നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കൊല്ലം ചാടായമംഗലത്തിനടുത്തുള്ള ജടായു എർത്ത് സെന്റർ ആണ്. ഈ വീഡിയോയിൽ ഞാൻ ജടായു എർത്ത് സെന്ററിന്റെ മുഴുവൻ കാഴ്ചകളും കാണിക്കുന്നുണ്ട്. എൻട്രി മുതൽ നമ്മൾ എക്സിറ്റ് വരെയുള്ള മുഴുവൻ കാഴ്ചകളും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ജടായു എർത്ത് സെന്ററിനകത്ത് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത്. പോകാൻ ഉദ്ദേശിക്കുന്നവരും വീഡിയോ കണ്ടതിന് ശേഷം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, എങ്ങനെയൊക്കെയാണ് അവിടെ പോകേണ്ടതെന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എർത്ത് സെന്ററിന്റെ ഗേറ്റിന്റെ ഭാഗത്താണ്. രാവിലെ 10 മണിക്കാണ് ഇവിടെ തുറക്കുകയുള്ളൂ. ഞങ്ങളിവിടെ വളരെ നേരത്തെ തന്നെ എത്തി ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 9:30 ആവുന്നതോട് കൂടിയിട്ട് വെഹിക്കിൾ പാസെല്ലാം നൽകി പാർക്കിങ്ങിലേക്ക് വാഹനം കടത്തിവിടും. അതിനുശേഷം നമുക്ക് 10 മണിക്കാണ് ഇതിനകത്ത് ടിക്കറ്റ് കിട്ടുക. ടിക്കറ്റ് എടുത്തതിന് ശേഷം കേബിൾ കാർ വഴിയോ നടന്ന് മുകളിൽ പോകാം. കൂടുതലും പേര് മിക്കവാറും എല്ലാവരും തന്നെ കേബിൾ കാറിലാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഡിജിറ്റൽ കറൻസി എടുക്കില്ല, ക്യാഷ് മാത്രമാണ് എടുക്കുള്ളൂ. ഈ താഴെയുള്ള കൗണ്ടറിൽ കേബിൾ കാറിന്റെ ടിക്കറ്റിന് നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റ് നൽകാവുന്നതാണ്. ഒരാൾക്ക് ഏതാണ്ട് എൻട്രിക്ക് 250, അതുപോലെ കേബിൾ കാറിന് 250. 500 രൂപ ഒരാൾക്ക് വരും. അല്പം വേരിയേഷൻ ഉണ്ടാവും, കാരണം സീനിയർ സിറ്റിസൺസിന് അല്പം കുറവുണ്ട്, കുട്ടികൾക്ക് കുറവുണ്ട്. ഞങ്ങളങ്ങനെ 2 ടിക്കറ്റും എടുത്തതിന് ശേഷം ഇവിടെ കേബിൾ കാറിനടുത്തെത്തി. വളരെയധികം സെക്യൂരിറ്റി ചെക്കിന് ശേഷമാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. ഇങ്ങോട്ട് വരുന്ന എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഗ്സ് എല്ലാം പരിശോധിച്ചിട്ട് പ്ലാസ്റ്റിക് ഒരു കാരണവശാലും ഇങ്ങോട്ട് കടത്തിവിടുന്നതല്ല. നമ്മളങ്ങനെ കേബിൾ കാറിനകത്ത് കയറി മുകളിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കേബിൾ കാറിൽ ഇരുന്ന് നമ്മൾ കയറിയ സ്റ്റേഷനാണ് അവിടെ താഴെ കാണുന്നത്. മുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജടായു എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത് 4 വലിയ പാറക്കുട്ടങ്ങൾക്ക് നടുവിലായിട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമാണിത്. രാമായണത്തിൽ പറയുന്നുണ്ട്, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജടായു വന്ന് തടഞ്ഞപ്പോൾ രാവണൻ ചിറക് അരിഞ്ഞു വീഴ്ത്തുകയും ജടായു വന്ന് വീഴുന്ന സ്ഥലമാണ് ഈ പാറയുടെ മുകളിലാണ്. അങ്ങനെയാണ് ഇവിടെ ജടായു പാറ എന്ന പേര് വന്നത്. ആ ജടായുവിന്റെ ശില്പമാണ് ഇവിടെ ഉള്ളത്. പ്രസിദ്ധ സിനിമാ സംവിധായകൻ രാജീവ് അഞ്ചലാണ് ഇതിന്റെ ശില്പി. ഏതാണ്ട് 15,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെയാണ് ഇവിടെ പോയത്. ഏതാണ്ട് ആദ്യത്തെ തന്നെ ടൂറിസ്റ്റുകളായിരുന്നു ഞങ്ങള്. അതുകൊണ്ട് തന്നെ തിരക്കൽപ്പം കുറവായിരുന്നു. തന്നെയല്ല, നല്ല വെയിലുണ്ടായിരുന്നു. കാരണം ഏതാണ്ട് 10 മണിക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നത്. ഇവിടെയുള്ള കേബിൾ കാർ ഇങ്ങനെ 4 കേബിൾ കാറിന്റെ യൂണിറ്റ് വെച്ച് ഇട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പല കളറിലാണ് ഈ കേബിൾ കാർ. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കയറുമ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഹെലിപ്പാഡാണ് അവിടെ കാണുന്നത്. ഇപ്പോ ഹെലികോപ്റ്റർ സർവീസ് ഒന്നുമില്ല, മുൻപുണ്ടായിരുന്നു. നമ്മളങ്ങനെ മുകൾ ഭാഗത്തെത്തി കേബിൾ കാറ് ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് അല്പം സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്കിട്ട് കയറിയിട്ട് വേണം ഈ ജടായുവിന്റെ ശില്പത്തിന്റെ അടുത്തെത്താനായിട്ട്.
നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ എത്തിയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് വളരെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ചുറ്റി കിടന്ന് കാണാനും വീഡിയോ എടുക്കാനും എല്ലാം സാധിച്ചു. ജടായുവിന്റെ ചിറകറ്റ ഭാഗമാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. ഇവിടെ നേരെ തന്നെ കാണുന്ന ഒരു ജടായുവിന്റെ മ്യൂസിയമാണ്. പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ നാളായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇതിന് ചുറ്റും നമുക്ക് നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നടന്ന് കാണാം. നല്ല ശക്തിയായ മഴയുള്ളപ്പോഴോ അതുമാതിരി ഇടിമിന്നലുള്ളപ്പോഴോ കേബിൾ കാർ സർവീസ് നിർത്തിവെക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇടിയും മഴയും ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങോട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ടീ സ്റ്റോളും ഐസ്ക്രീം കിട്ടുന്നുള്ള ഐസ്ക്രീം ബാറിലും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിക്കും. ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് നടന്നു വരുന്ന സ്റ്റെപ്പുകൾ കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തായാലും ആരും നടന്നു കയറുന്നതായിട്ട് കണ്ടില്ല. കാരണം 1 കിലോമീറ്ററോളം 826 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയുന്നു നടന്നു കയറുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും ഈ ചൂടുള്ള സമയമായതുകൊണ്ടാണ് ആരും തന്നെ നടന്നു കയറുന്നതായിട്ട് കണ്ടില്ല. എല്ലാവരും കേബിൾ കാർ വഴി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. നടന്നു കയറി വരികയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 100-150 രൂപയുടെ കുറവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ശില്പത്തിന്റെ മറുവശത്താണ്. ചിറകറ്റ് പോവാത്ത ചിറകിന്റെ ഭാഗത്ത് വളരെ മനോഹരമായൊരു ശില്പമാണിത്. ഇവിടെ ഈ ചിറകിന്റെ ഭാഗത്തൊന്നും നമുക്ക് കയറി നിൽക്കാനോ ചെന്നിരിക്കാനോ പാടില്ല. അവിടെയെല്ലാം സെക്യൂരിറ്റി ഉണ്ട്. ഇതിന്റെ ചുറ്റും നമുക്ക് നടന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത്. ഇവിടെ താഴെ കൾച്ചറൽ സെന്ററിൽ ചില സമയങ്ങളിൽ പരിപാടികൾ നടക്കാറുണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റേജ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ എല്ലാ ദിവസവും വാനരൂട്ട് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെയധികം കുരങ്ങന്മാരെ കാണാൻ സാധിക്കും. വാനരൂട്ട് നടക്കുന്നതുകൊണ്ടും അത് ഭക്ഷണം ഇഷ്ടമായി കിട്ടുന്നതുകൊണ്ടും അത് ആയിരിക്കാം. ഇവിടെയുള്ള കുരങ്ങുകൾ ആരെയും ഉപദ്രവിച്ചായിട്ട് കേൾക്കുന്നില്ല. നമ്മളടുത്ത് ചെന്നാൽ പോലും ഉപദ്രവിക്കില്ല. ഇപ്പൊ എല്ലാവരും ആൾക്കാരെല്ലാം വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുരങ്ങുകളും വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അല്പം പോയി കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം കുരങ്ങുള്ള ഒരു സ്ഥലമാണിത്. ഈ ജടായു ശില്പത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വേറിട്ടാണ് ശ്രീരാമക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ജടായു വീണപ്പോൾ ജടായുവിന്റെ നഖം കൊണ്ട് കോറി ഉണ്ടായ കുളമാണെന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ ശ്രീരാമൻ വരുന്നത് വരെ ആ കുളത്തിലെ വെള്ളം കുടിച്ചുകൊണ്ടാണ്
ജടായു മരിക്കാതെ കിടന്നതെന്നും പറയുന്നു. ശില്പത്തിന്റെ ഒരു സൈഡിലായിട്ട് ശ്രീരാമപാദം കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു കിടാവിളക്കുമുണ്ട്. കിടാവിളക്കിന് പുറകിലായിട്ട് ശ്രീരാമന്റെ പാദം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ശില്പത്തിന് ചുറ്റുമായിട്ട് നമുക്ക് വളരെയധികം ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. ചരിത്രമെല്ലാം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശ്രീരാമക്ഷേത്രത്തിലേക്ക് കടക്കുന്ന സൈഡിൽ തന്നെ എൻട്രൻസിലെ ഭാഗത്ത് തന്നെ നമുക്ക് ഗിഫ്റ്റ് ഷോപ്പുകളെല്ലാം കാണാൻ കഴിയും. അമ്പലത്തിനുള്ളില് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിനുള്ളിലെ കാഴ്ചകളൊന്നും ഞാനിവിടെ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും കുറച്ചുകൂടി സന്ദർശകരെത്തിയിരുന്നു. ഞങ്ങളങ്ങനെ ജടായു പാറയുടെ മുകളിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ തന്നെയാണ്. നമുക്കിനി താഴേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ കൂടി, കേബിൾ കാറിലെ കാഴ്ചകൾ കൂടി കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും കേബിൾ കാറിലേക്ക് കയറാം. നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള കേബിൾ കാറിന്റെ സെറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളങ്ങനെ തൽക്കാലത്തേക്ക് ജടായു സെന്ററിൽ നിന്ന് ടാറ്റ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ മുകളിലേക്ക് പോയപ്പോൾ കണ്ട പോലെ ഉള്ള കാഴ്ചകളാണ് മറ്റൊരു ആംഗിളിൽ നിന്ന് നമുക്ക് കാണാമെന്ന് മാത്രം. നമ്മളുടെ യാത്ര താഴെ എത്തുന്നതോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.